ഹലോ കിങ്ങിണിക്കുട്ടിയുടെ തേനും വൈമ്പും ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസമായി ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നടക്കുന്നുണ്ടായിരുന്നില്ല, വോയിസൊന്നും കൊടുക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് മോൾക്ക് ജലദോഷമൊക്കെ ഉണ്ട്, ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നുള്ളൂ. ഹോമിയോ മരുന്നൊക്കെ കൊടുത്തപ്പോഴത്തേനും അവൾ ഓക്കെ ആയെങ്കിലും അവളുടെ കൂട്ടത്തിൽ എപ്പോഴും ഇരിക്കണം കേട്ടോ. എപ്പോഴും അത് ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മോൾക്ക്. അങ്ങനെ കഫമൊന്നും വന്നാൽ ഛർദ്ദിക്കാനോ അല്ലാണ്ട് ഒരു തുപ്പിക്കളയാനും ചുമച്ച് കളയാനോ അങ്ങനെയൊന്നും അറിയത്തില്ല. വലിയവർ ചെയ്യുന്ന പോലെയുള്ള ഇതൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ആദ്യം കണ്ട ഒരു സീനുണ്ടല്ലോ, ആ ഒരു സ്റ്റേജിൽ നിന്ന് കേട്ടോ കിങ്ങിണിക്കുട്ടി ഇത്രത്തോളം വലിയൊരു മാറ്റത്തിലേക്ക് വന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ചെറിയൊരു പോർഷൻ അതിൻ്റെ അകത്ത് കൊടുത്തത് കേട്ടോ. അത്രയും വീക്കായിരുന്നു കിങ്ങിണിക്കുട്ടി ആ ഒരു സമയത്ത്. ഇത്രയൊരു സ്റ്റേജിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടീനെ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാനും. കാരണം അതിൻ്റെ അകത്ത് മോൾക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് എപ്പോഴും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ഫുഡ് കൊടുക്കുന്ന അന്നേരം ഛർദ്ദിക്കുമായിരുന്നു. കാരണം ഫിറ്റ്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എപ്പോഴും ഞെട്ടുകയും വിറയ്ക്കുകയും എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അന്നേരം എല്ലാം കേട്ടോ. ഞാൻ അനുഭവിച്ചതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എത്ര വിവരിച്ചാലും അത് ആർക്കും മനസ്സിലാവത്തില്ലാത്ത ഒരു സാഹചര്യം അത്രത്തോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കിങ്ങിണിക്കുട്ടീനെ കൊണ്ട് ഈ ഒരു സ്റ്റേജിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓരോ അസുഖങ്ങൾ വരുമ്പോൾ അടിക്കുന്ന ടെൻഷനും പിന്നെ മോള് കിടന്ന് ഓരോരോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കണ്ടിട്ടുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. നോർമലി ഒരു കുഞ്ഞുങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞാലും വയ്യാത്തൊരു കുഞ്ഞുങ്ങൾ വെറുതെ ഒരു കിടക്കുന്ന ഒരു കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോ ആണെങ്കിൽ പോലും നമുക്കത് കണ്ടാൽ മതിയെങ്കിൽ അത് കണ്ടാൽ മതി. പക്ഷേ അതിലുപരി കിങ്ങിണിക്കുട്ടിയെല്ലാം കാണിക്കുന്ന എന്തെല്ലാം അവസ്ഥയിലൂടെയാണ് തരണം ചെയ്ത് മുന്നോട്ട് പോയെന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത്രത്തോളം ഞാനും അനുഭവിച്ചിട്ടുണ്ട്, അവളും അനുഭവിച്ചിട്ടുണ്ട്, സാറും അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവളെ ഈ ഒരു സ്റ്റേജിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതൊന്നും നമുക്ക് പറയാനാവത്തില്ല. എത്ര നന്ദി പറഞ്ഞാലും എത്ര പൈസ കൊടുത്താലും ഒന്നും നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എവിടെ ചെന്നാലും ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ അവളെ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അത്രത്തോളം ഭീകരമായിരുന്നു ആ ഒരവസ്ഥ. ഭയങ്കരമായിട്ട് മോള് ഛർദ്ദിച്ച് ഓരോ പ്രാവശ്യവും ഫുഡ് കൊടുക്കുമ്പോൾ മൊത്തം ഛർദ്ദിക്കും. കാരണം അന്നേരം ഫിറ്റ്സ് വരും, എപ്പോഴും വരുമായിരുന്നു കേട്ടോ. ഒരു 50, 60, 70 പ്രാവശ്യം എല്ലാം വരുമായിരുന്നു ഡെയിലി. എപ്പോഴും ഓരോ മിനിറ്റും ഇടവിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു അന്നേരം. അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കുറേ ഒരു റിക്കവർ ആയതിന് ശേഷം നമ്മൾ പിന്നെ അത് ചിന്തിക്കുമ്പം എത്രത്തോളം കടന്നു വന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാം കാണുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ ആ ഒരു സ്റ്റേജിലെല്ലാം എൻ്റെ മോൾക്ക് ഫുഡെല്ലാം കൊടുത്ത് കാരണം വെച്ചാൽ അത്രയും ഛർദ്ദിക്കുമായിരുന്നു. പിന്നെയും കൊടുക്കുമായിരുന്നു. പിന്നെ സാർ ഓരോ ദിവസം ചെല്ലുന്ന അനുസരിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് കുറേ വ്യത്യാസം വരുമായിരുന്നു. എങ്കിൽ പോലും അസിഡിറ്റിയുടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ മൊത്തം ഫുള്ള് ഛർദ്ദിച്ചിട്ട് വയ്യാണ്ട് തളർന്ന് കിടന്നിട്ടുള്ള ഒരു ഉറക്കമെല്ലാം കാണുമ്പോൾ സങ്കടം തോന്നുമായിരുന്നു. പക്ഷേ ആ ഒരു സ്റ്റേജിൽ നിന്ന് പോലും അവളുടെ ബോഡിയെല്ലാം ഇത്രയും ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനല്ലാണ്ട് വേറെ ഒരാളുടെ ട്രീറ്റ്മെൻറ്റിനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്രത്തോളം മാറ്റം വന്ന ഒരു മോളാണ് കിങ്ങിണിക്കുട്ടി. അത് നമ്മൾ ആ ഒരു സ്റ്റേജിൽ കാണുന്ന ഒരു കുട്ടികളെ നോർമലൊരു കുട്ടികളെ ഒന്നും വളർത്തുന്ന പോലെയല്ല. നോർമൽ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ പേരൻസ് കൊല്ലുന്ന കാണുമ്പോഴെല്ലാമാണ് നമുക്ക് സങ്കടം തോന്നുക. കാരണം ഇങ്ങനത്തെ എല്ലാം കുട്ടികളെ വളർത്തുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടും മെൻ്റലി അല്ല എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടും എന്നുള്ള കാര്യം. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക് യു.